അതല്ല അടിപൊളി ക്വസ്റ്റ്യൻ. ഓക്കെ, വെരിഫിക്കേഷൻ ഓഫ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ യൂസിങ് ഹൈജൻസ് പ്രിൻസിപ്പിൾ. നമ്മളിപ്പോൾ ഹൈജൻസ് പ്രിൻസിപ്പിൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഈ ഹൈജൻസ് പ്രിൻസിപ്പിൾ നമ്മൾ ഹൈജൻസ് പറഞ്ഞതെല്ലാം കറക്റ്റാണെന്ന് അറിയണ്ടേ? നമുക്ക് വിശ്വാസമില്ല, നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ലാത്ത സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഹൈജൻസിനെ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ ഹൈജൻസ് പറഞ്ഞത് കറക്റ്റാണോ എന്നറിയണ്ടേ? അപ്പോൾ ഹൈജൻസ് എന്തൊക്കെയോ പറഞ്ഞു. ആ പറഞ്ഞ ഐഡിയ വെച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ പോവുകയാണ്. അവസാനം നമ്മൾ സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷനിൽ ചെന്ന് അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ ഹൈജൻസ് പറഞ്ഞത് കറക്റ്റാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, ശ്രദ്ധിക്കുക. ഓക്കെ, ഒന്നുമില്ല, ഒരു സിമ്പിൾ കേസാണിത്. നമുക്ക് ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ദിസ് ഈസ് എ ലൈൻ സെപ്പറേറ്റിംഗ് ടു മീഡിയ. ദിസ് ഈസ് മീഡിയം 1 ആൻഡ് ദിസ് ഈസ് മീഡിയം 2. ഓക്കെ, then velocity of light in medium 1 is v1, medium 2 is v2. okay, this is rarer medium, this is denser medium. അപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കുക. ഇനി നമ്മുടെ അവിടെ ഒരു ലൈറ്റ് വന്ന് വീഴുകയാണ്, ചരിഞ്ഞ് വീഴുകയാണ്. അപ്പോൾ ലൈറ്റ് ഇതുപോലെ ഈ രണ്ട് മീഡിയങ്ങളെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ലൈനിൽ ലൈറ്റ് ഇതുപോലെ ചരിഞ്ഞ് വീഴുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ രണ്ട് ലൈറ്റ് റേ വരച്ചു വയ്ക്കുക. ബുദ്ധിമുട്ടായിട്ട് തോന്നി ആർക്കെങ്കിലും? അപ്പോൾ ഞാനിവിടെ ലൈറ്റ് റേക്ക് പേരിടുന്നു A', ഇതിൻ്റെ പേര് B' എന്നാണ്. ഓക്കെ, അപ്പോൾ B', ഇങ്ങനെ ലൈറ്റ് റേക്ക് പേര് ഇടുന്നു. ഓക്കെ, ഇനി ഞാൻ ഇവിടുത്തെ ലൈറ്റ് റേ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അവിടുത്തെ വേവ് ഫ്രണ്ടിനെ വരയ്ക്കാൻ പോവാണ്. നോക്കുക, അപ്പോൾ വേവ് ഫ്രണ്ട് വരയ്ക്കുമ്പോഴത്തേക്ക് ഇതിന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കണം ആണല്ലോ. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 90. ഈ ആംഗിൾ എത്രയാണ്? 90. ലൈറ്റ് റേ ആയിട്ട് വേവ് ഫ്രണ്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഇപ്പം നമ്മളങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, 90 ആണ്. അപ്പോൾ ഇവിടുത്തെ വേവ് ഫ്രണ്ടാണ് ഈ ഇരിക്കുന്നത്, കണ്ടല്ലോ. ഈ വേവ് ഫ്രണ്ട് ഇപ്പോൾ ഒരു ലൈനായിട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ വേവ് ഫ്രണ്ട് പക്ഷേ ലൈനല്ല, ഒരു പ്ലെയിൻ ആണ്. എനിക്കിപ്പോൾ ഇത് വരച്ച് കാണിക്കാനേ നിവർത്തിയുള്ളൂ. അപ്പോൾ AB എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ടാണ്. ഈ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഉണ്ടാവാൻ കാരണം ഇൻഫിനിറ്റിയിൽ നിന്ന് ലൈറ്റ് വരുന്നതാണ്. ആ വരുന്ന ലൈറ്റ് റേസ് A', അടുത്ത B' ആണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് നിങ്ങൾ കാണുന്നുണ്ട്, അതിൻ്റെ പേരെന്താണ്? AB എന്നാണ്. ഇനി ഈ പോയിന്റിൽ ഞാനൊരു നോർമൽ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് നോർമൽ, ഒരു കുഴപ്പമില്ലല്ലോ. ഇത് ഇൻസിഡൻറ്റ് റേ, ഇത് നോർമൽ. ഇടയ്ക്കുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ 90 - I ആയിരിക്കും ആണല്ലോ. ഈ ആംഗിൾ 90 - I ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും പറയൂ? ഇവിടെ ഇത് ഞാൻ ഇപ്പോൾ ടച്ച് ചെയ്യുന്ന സ്ഥലം നോക്കൂ, ഇവിടവും നോക്കൂ, ഇത് ഇൻസിഡൻറ്റ് റേ, ഇത് നോർമൽ. ഇടയ്ക്കുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് ഫസ്റ്റ് റേ നോക്ക്, ഇത് നമ്മുടെ വേവ് ഫ്രണ്ടാണ്. ഇപ്പോൾ ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ടോട്ടൽ ആംഗിൾ 90 ആണ്. അപ്പോൾ ഇത് I ആണെങ്കിൽ ഇത് 90 - I. ഇനി അടുത്ത ഈ സർഫസ് നോക്കുക, ഈ സർഫസിന് പെർപെൻഡിക്കുലറാണ് ഈ വരച്ചിരിക്കുന്നത് ആണല്ലോ. ഇവിടുത്തെ ഫുൾ ആംഗിൾ 90 ആണ്. ഇത് 90 - I ആണെങ്കിൽ ഇത് I ആയിരിക്കും. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. നോക്കൂ, ഈ പോയിന്റിന് ഞാൻ C എന്ന് പേര് കൊടുക്കാം. ആ പോയിന്റിന്റെ പേര് C എന്നാണ്. ഈ ലൈറ്റ് ഇവിടെ നിന്ന് B-ന്ന് C-യിലെത്താൻ, B-ന്ന് ലൈറ്റ് C-യിലേക്ക് സഞ്ചരിച്ചെത്താൻ ടൈം എടുത്തു എന്നിരിക്കട്ടെ. എത്ര ടൈം? ടൈം. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ പറ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം എന്നല്ലേ? ഇത് മനസ്സിലറിയാം, നമുക്ക് എല്ലാവർക്കും മനസ്സിൽ ചിന്തിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ BC കാണാൻ എന്താ വഴി? BC കാണാൻ വെലോസിറ്റിയെ ടൈം കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. വെലോസിറ്റി, ഇവിടുത്തെ വെലോസിറ്റി v1 ആണ്. ഇതിന് ഇവിടെ നിന്ന് ഇവിടെ വരെ എത്താനായിട്ട് ടൈം ആണെങ്കിൽ v1 ആയിരിക്കും BC. അപ്പം BCയുടെ ലെങ്ത് എത്രയാ? v1 ആണ്. ഓക്കെ, അപ്പം ടൈമിൽ ലൈറ്റ് B-യിൽ നിന്ന് C-യിലേക്ക് സഞ്ചരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ സങ്കല്പിക്കുന്നതാണ്, B-യിൽ നിന്ന് ലൈറ്റ് C-യിൽ എത്താൻ ടൈം എടുത്തു. ഓക്കെ, അപ്പോൾ ഈ ദൂരം v1 ആണ്. ഓക്കെ, ഇനി അടുത്തത്, അപ്പോൾ B എന്ന് പറയുന്ന പോയിന്റ് C എന്ന് പറയുന്ന പോയിന്റിൽ എത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം? v1 ദൂരം സഞ്ചരിക്കണം ആണല്ലോ. അപ്പോൾ B എന്ന് പറയുന്ന പോയിന്റ് ടൈം കഴിയുമ്പോൾ എവിടെ എത്തി? C-യിലെത്തി. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്ന ഈ പോയിന്റ് ടൈം കഴിയുമ്പം ഇവിടെ എങ്ങാനും എത്തും അല്ലേ? എത്ര ദൂരം എത്തും?
എത്ര ദൂരെ എത്തും ഡിസ്റ്റൻസ് കാണാൻ ഇതാണ് വഴി. അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ പറ. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു പറ. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. അടുത്ത ഈ മീഡിയത്തിലാണ് കയറുന്നത്. ഈ മീഡിയത്തിലെ വെലോസിറ്റി v2 ആണ്. ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ടോ ആണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ടോ ടൈമിൽ ബി സിയിലെത്തി. ടോ ടൈമിൽ എ എവിടെ എത്തും എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ടോ ടൈമിൽ എ എത്ര ദൂരെ എത്തും? v2 ടോ ദൂരെ എത്തും. എത്ര ദൂരെ എത്തും? v2 ടോ. ഇനി നിങ്ങൾ പറ, ഇത് റയറർ മീഡിയം ആണ്, ഇത് ഡെൻസർ മീഡിയം ആണ്. റയറർ മീഡിയത്തിൽ വെലോസിറ്റി കൂടുതലല്ലേ? അപ്പൊ v1 ഗ്രേറ്റർ ദാൻ v2 ആണ്. അങ്ങനെയാണെങ്കിൽ v2 ചെറുതല്ലേ? അപ്പൊ v2 ടോ ചെറിയ ദൂരമാണ്, v1 ടോ വലിയ ദൂരമാണ്. അപ്പൊ v1 ടോ വലുതും v2 ടോ ചെറുതും. അപ്പോ നോക്കൂ, ബിയിൽ നിന്ന് സി വരെയുള്ള ദൂരം എന്താണ്? v1 ടോ ആണ്. അതിനേക്കാളും കുറഞ്ഞ ദൂരമാണ് v2 ടോ. അപ്പോ നമ്മൾ കോമ്പസിൽ v2 ടോ എടുക്കുക. എന്നിട്ട് ഇവിടെ കോമ്പസിന്റെ മുന വെച്ചിട്ട് ഒരു ആർക്ക് അങ്ങോട്ട് വരച്ചു. കണ്ടോ? അപ്പോൾ വരച്ചു. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ വരച്ച് അവിടെ ഇട്ടിരിക്കുകയാണ്. ലൈറ്റ് ഇവിടെ നിന്ന് ഇപ്പൊ പോകുന്നത് എന്ത് മീഡിയം വഴിയാ? റയറർ മീഡിയം വഴിയാണ്. ലൈറ്റ് ഇവിടെ വെച്ച് അതിന് ഇറ്റ് ബെൻസ് ടുവേഴ്സ് എ നോർമൽ എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ലൈറ്റ് ഇങ്ങനെ പോകും, ആണല്ലോ. ഇനി നിങ്ങൾ ഈ പോയിന്റിനെ കണ്ടോ? ഈ പോയിന്റിനെ നമ്മളൊരു പുതിയ പോയിന്റ് എന്ന് വിളിക്കാം. എന്താ? ഡി എന്ന് അങ്ങനെ വിളിക്കുക, അല്ലെങ്കിൽ ഇ എന്നോ എന്തെങ്കിലും ഒരു പേര് വിളിക്കുക. ഡി എന്ന് വിളിച്ചു. ഇനി നമ്മുടെ ഈ സിയും ഈ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് സിയിൽ നിന്ന് ഇങ്ങോട്ടൊരു ടാൻജന്റ് വരയ്ക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കൊരു ലൈൻ കിട്ടിയത് കണ്ടോ? ഈ വരച്ച ലൈനിന്റെ പേര് ഡി സി എന്നാണ്. ഈ ഡി സി ഒരു ലൈൻ അല്ല, ഇതൊരു പ്ലെയിൻ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം കണ്ട ഒരു പ്ലെയിൻ ആണ് എ ബി, ഇപ്പം കണ്ട പ്ലെയിൻ ആണ് ഡി സി. ഈ ഡി സി ആണ് റിഫ്രാക്ഷന് ശേഷമുള്ള വേവ് ഫ്രണ്ട്. ഫസ്റ്റ് മീഡിയത്തിലുള്ള വേവ് ഫ്രണ്ട് ആണ് എ ബി, സെക്കൻഡ് മീഡിയത്തിലുള്ള വേവ് ഫ്രണ്ട് ആണ് ഡി സി. ഈ ഡി സി റിഫ്രാക്ഷന് ശേഷമുള്ള വേവ് ഫ്രണ്ട് ആണ്. ഇത്രയും അറിയാമെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞതുകൊണ്ട് അർത്ഥമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും സാധനം ഒന്നും കൂടെ എറൈസ് ചെയ്തിട്ട് എഴുതാൻ പോവാണ്. നിങ്ങൾ നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇതിനകത്ത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുമില്ല, ജസ്റ്റ് ഒരു കോമൺ സെൻസ് ആണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നോക്കും, ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. ദിസ് ഈസ് എ ലൈൻ സെപ്പറേറ്റിംഗ് ടു മീഡിയ, വൺ റയറർ മീഡിയം ആൻഡ് വൺ ഡെൻസർ മീഡിയം. ഓക്കെ, velocity of light in first medium is v1, second medium is v2, no problem. Then see, you can draw two light rays like this. This is the first light ray, this is the second light ray. Okay, then see, how will you draw the wave front? Then you draw perpendicular to it. See, this is what? Wave front. Wave front makes an angle 90 degree with the light ray. Okay, നമുക്കറിയാം. ഇതിനൊരു പേരിടുക, a ബി എന്നാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഈ പോയിന്റിന് സി എന്നിടുക, ഈ പോയിന്റിന് എ ഡാഷ് എന്നിടുക, ഈ പോയിന്റിന് ബി ഡാഷ് എന്ന് ഇടുക. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ലൈറ്റ് ബിയിൽ നിന്ന് സിയിലെത്താൻ ടോ ടൈം എടുത്തെന്നിരിക്കട്ടെ. ബിയിൽ നിന്ന് സിയിലെത്താൻ ടോ ടൈം എടുത്തെന്നിരിക്കട്ടെ. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്നാണ്. അപ്പോൾ ഈ ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കാണാൻ എന്താ വഴി? ആ മീഡിയത്തിലെ വെലോസിറ്റി എത്രയെന്ന് നോക്കണം. ആ മീഡിയത്തിലെ വെലോസിറ്റി എത്രയാ? v1. ഇവിടെ നിന്ന് ഇവിടെ വരെ ലൈറ്റ് എത്താൻ എടുത്ത ടൈം ഞാൻ അതേ പറഞ്ഞു, ടോ എന്നാണ്. അപ്പൊ v1 ടോ ആണ് എന്തിന്റെ നീളം? ഈ ബി സിയുടെ നീളം. അപ്പൊ ബി സിയുടെ നീളം എത്രയാ? v1 ടോ എന്നാണ്. ബി സിയുടെ നീളം എത്ര? v1 ടോ. സംശയമില്ല. ഇനി അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ബി എന്ന് പറയുന്ന പോയിന്റ് സിയിൽ എത്താൻ എത്ര സമയം എടുത്തു? ടോ ടൈം എടുത്തു. ഓക്കെ, അപ്പൊ ടോ ടൈം കൊണ്ട് ബി എവിടെ എത്തും? സിയിലെത്തും. അങ്ങനെയാണെങ്കിൽ ടോ ടൈം കൊണ്ട് എ എവിടെ എത്തും എന്നാണ് എനിക്ക് അറിയേണ്ടത്. അതിനുവേണ്ടി ഞാൻ ചില കലാപരിപാടികളിലൂടെ ചെയ്യുന്നു. ഇവിടെ ഒരു നോർമൽ വരച്ചു. ഓക്കെ, ഇൻസിഡന്റ് റേയും നോർമലും ഇടയ്ക്കുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാണ് ഈ ആംഗിൾ. അപ്പോൾ 90 മൈനസ് ഐ ആയിരിക്കും. ഇനി ഇതും ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണ്. ഇത് 90 മൈനസ് ഐ ആണെങ്കിൽ ഇത് ഐ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഐ ആണ്. അവിടെ ഇരിക്കട്ടെ. ഇനി ലൈറ്റ് ഈ പോയിന്റിൽ വെച്ച് എന്ത് സംഭവിക്കും? റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് കയറുകയാണ്. ഇറ്റ് ബെൻസ് ടുവേഴ്സ് എ നോർമൽ ഇൻ ദാറ്റ് മീഡിയം. നമുക്കറിയാം, ഇത്രയും വരയ്ക്കാനും അറിയാം. ഇനി എനിക്ക് വേണ്ടത് ബിയിൽ നിന്ന് ലൈറ്റ് സിയിലെത്താൻ ടോ ടൈം എടുത്തു. അപ്പൊ ബി തൊട്ട് സി വരെയുള്ള ദൂരം v1 ടോ ആണ്. ഇനി ടോ ടൈം കൊണ്ട് ഈ എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എങ്ങാനും എത്തും, ആണോ? ആ ദൂരം കണ്ടുപിടിക്കാൻ എന്താ വഴി?
ആ മീഡിയത്തിലെ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എടുത്താൽ മതി. ആ മീഡിയത്തിലെ വെലോസിറ്റി v2 ആണ്. ആ മീഡിയത്തിലെ ടൈം എന്ന് പറയുന്നത് ടോ തന്നെയാണ്. നമ്മൾ ടോ ടൈമിലെ കാര്യമാണ് കൺസിഡർ ചെയ്യുന്നത്. ബിയിൽ നിന്ന് സിയിലെത്താൻ ടോ ടൈം. അപ്പോൾ ടോ ടൈം കൊണ്ട് എ എവിടെ എത്തും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ v2 ടോ എന്നാണ്. ഇനി നിങ്ങൾക്കറിയാം ഇത് റെയറർ മീഡിയമാണ്, അപ്പോൾ v1 കൂടുതലായിരിക്കും. ഇത് ഡെൻസർ മീഡിയമാണ്, അപ്പോൾ v2 കുറവായിരിക്കും. അപ്പോൾ v2 ടോ ഏതിനേക്കാളും കുറവായിരിക്കും? v1 ടോയേക്കാളും കുറവായിരിക്കും. അപ്പം നമ്മൾ കോമ്പസ് ഇങ്ങോട്ട് എടുക്കണം, അതിനകത്ത് v2 ടോ എടുക്കണം. അത് v1 ടോയുടെ അത്രയും കാണത്തില്ല, ഇത്തിരി ചെറുതായിരിക്കും. എന്നിട്ട് കോമ്പസിന്റെ മുന ഇവിടെ വയ്ക്കണം. എന്നിട്ട് ഒരു ആർക്ക് അങ്ങോട്ട് ഇതുപോലെ വരയ്ക്കുക. വരച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് വരയ്ക്കുക? ഒരു ടാൻജന്റ് വരച്ചു കൊടുക്കുക. വരച്ചു. ഓക്കെ, ഇതിൻ്റെ പേരൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? സി ഡി എന്നാണ്. അപ്പോൾ സി ഡി എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ്. ഇപ്പോൾ വരച്ചത് എന്താണ്? റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ്. ഓക്കെ, അപ്പോൾ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ്. ഈ ഇരിക്കുന്നത് എന്താണ്? എ ബി എന്ന് പറയുന്നത് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആണ്. ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ആണ്. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായോ? അപ്പോൾ ഇതുവരെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടെ സ്റ്റാർട്ടിംഗ് തൊട്ട് പറയാൻ പോവാണ്. സോ വി ആർ ഗോയിങ് ടു വെരിഫൈ ദ ലോ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, Snell's law of refraction using Huygens principle. So listen properly. Okay, this is a line separating two media, one a rarer medium and other denser medium. Okay, then velocity of light in first medium is v1, second medium is v2. Okay, then a light ray a plane wave front falls obliquely on this line. So this is a plane wave front falling obliquely on this line. I name it AB. Okay, it is propagated along. പറയൂ, it is propagated along. പെട്ടെന്ന് പറയണം. A dash A and B dash B. Okay, then suppose in tau time B reaches the point C. In tau time light reaches the point C. Okay, then we know distance is equal to what? Velocity into time. Am I right? See, what is the velocity of light in the first medium? v1. See, time in tau time B will reach C. So how will you calculate the distance BC? So BC will be equal to v1t. Okay, here time is tau. So in tau time B will reach the point C. Is it clear? Next, see, at the point A, you draw a normal. This is a normal. This is angle of incidence. Then this will be 90 minus I. Then surely this will be I. No problem. Then see, at this point, see what happens to the light. Light is entering from rarer medium to denser medium. So it will bend towards a normal and travel like this. Okay, no problem. Then what is the next thing? I want to see the point A after tau second. After tau second, the point A will be at a distance v2 tau. Am I right? Why v2 tau? The velocity in the second medium is v2, so that into tau. So v2 tau. V2 tau will be less than v1 tau. Why? Because see, rarer medium. This is rarer medium. This is denser medium. So v1 will be greater, v2 will be less. So v2 tau will be less than v1 tau. So you take your special compass. See, it's pointer here. Then what is the next one? See, you draw an arc. So okay, so you are drawing a sphere. Its radius is how much? Its radius is v2 tau. Its radius is v2 tau. Then you draw a tangent from C to it. Okay, this is a tangent from C to it. I name it CD. CD is a refracted wavefront. AB is a incident wavefront. CD is a refracted wavefront. Is it clear? Then you listen properly. This is refracted ray. This is normal. So the angle will be what? R. So angle of refraction. Okay. So this is angle of refraction. Then what about this angle? This will be 90. Why 90? Why 90? See, this is radius. This is a tangent. Am I right? Angle between radius and tangent will be 90. So this is 90.
ദെൻ സി വാട്ട് അബൌട്ട് ദിസ് ആംഗിൾ? ഈ ആംഗിൾ എത്ര വരും? നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ആംഗിൾ ആറാണ്, ഇത് ആറാണ്, ബാക്കി കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തരാം. ഈ ആംഗിൾ ആറാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? പെട്ടെന്ന് പറ, കോമൺ സെൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് 90 ആണ്, അങ്ങനെയാണെങ്കിൽ ആ ആംഗിൾ എത്ര വരും? പെട്ടെന്ന് പറ. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് എത്രയാ? 6 ആണ്. അപ്പോൾ ഇത് 90 മൈനസ് 6 ആണ്. ഇത് 90 മൈനസ് 6 ആണെങ്കിൽ ഇത് എത്ര? 6 അല്ലേ? ഇതിവിടെ നോക്കേ, ഇതാണ് നോർമൽ. നോക്ക്, ഇവിടുത്തെ ഈ ആംഗിൾ 6 ആണ്, ഇത് ഫുള്ള് 90 അപ്പോൾ 90 ആണ്. അപ്പോൾ ഇത് 6 ആണെങ്കിൽ ഇത് 90 മൈനസ് 6. അപ്പോൾ ഇത് 90 മൈനസ് 6, ഇത് 90, ഇത് 6. ഓക്കെ, അപ്പം നമുക്കിവിടെ 2 ട്രയാങ്കിൾ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ആദ്യത്തെ ഈ മേല് കിടക്കുന്ന ട്രയാങ്കിളിൻ്റെ പേര് ട്രയാങ്കിൾ ABC എന്നാണ്. ഇതിൽ ഈ ആംഗിൾ 90 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിനകത്തുനിന്ന് സൈൻ ഐ എന്താണെന്ന് പറയണം. എന്താണ് സൈൻ ഐ? സിനി എന്നല്ല, സൈൻ ഐ എന്നാണ്. സൈൻ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. BC ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് ഏതാ? AC എന്നാണ്. ഇവിടെ BC എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കൂടെ പറഞ്ഞതേ ഉള്ളൂ, V1 ടോ ആണ്. അപ്പോൾ V1 ടോ ബൈ AC എന്നാണ്. ഒരു കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത തൊട്ട് താഴെ ഇരിക്കുന്ന ഈ ട്രയാങ്കിളിൻ്റെ പേര് പറ. CDA അല്ലെങ്കിൽ ട്രയാങ്കിൾ ADCയെ കാണുക. അതിനകത്തുനിന്ന് സൈൻ ആർ പറയുക. വാട്ട് ഈസ് സൈൻ ആർ? സൈൻ ആർ ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയണം, സൈൻ ആർ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ പറയൂ, ഈ ദൂരം എന്താണ്? AD. സോ AD ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് AC എന്നാണ്. AD എത്രയാണ്? AD എന്ന് പറയുന്നത് V2 ടോ ആണ്. അപ്പോൾ V2 ടോ ഡിവൈഡഡ് ബൈ എത്രയാ? AC എന്നാണ്. ഇനി നിങ്ങൾ സൈൻ ഐ ബൈ സൈൻ ആർ ഒന്ന് പറയുക. എന്താണ് സൈൻ ഐ ബൈ സൈൻ ആർ? പെട്ടെന്ന് പറയണം. എന്താണ് സൈൻ ഐ ബൈ സൈൻ ആർ? പെട്ടെന്ന് പറയും. സൈൻ ഐ ബൈ സൈൻ ആർ എനിക്ക് കാണാം. എന്താ വഴി? സൈൻ ഐ ബൈ സൈൻ ആർ കാണാൻ ഇത് ബൈ ഇത്. പെട്ടെന്ന് പറ. V1 ടോ ബൈ AC ഡിവൈഡഡ് ബൈ ഇത്. അപ്പൊ തലയും കുത്തിട്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ ഇൻറ്റു AC ബൈ V2 ടോ എന്ന് വരും. അപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആറിൻ്റെ ആൻസർ എനിക്ക് കിട്ടിയിരിക്കുന്നത് നോക്കിക്കോണം. AC ക്യാൻസലായി, ടോ ക്യാൻസലായി, ബാക്കി V1 ബൈ V2 എന്നാണ്. അപ്പോൾ എനിക്കിവിടെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അവിടെ ഇരുന്നോട്ടെ. ഇനി ഞാൻ 10th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിപ്പിച്ച ഒരു ഇക്വേഷൻ ഞാൻ ഓർമ്മിപ്പിക്കാം. എന്താണ്? ഈ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ഇതിൻ്റെ N2 ആണെന്നിരിക്കട്ടെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ എന്താണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം എങ്ങനെ എഴുതും? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം C എന്ന് റെപ്രസെന്റ് ചെയ്യാം, ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഇൻ മീഡിയം 1. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ആണെങ്കിലോ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഇൻ സെക്കൻഡ് മീഡിയം. നമുക്ക് ഈ സെക്കൻഡിനെ ഫസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ N2 ബൈ N1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? C ബൈ V2 ഡിവൈഡഡ് ബൈ ഇത്. അപ്പോൾ ഇൻറ്റു V1 ബൈ C എന്ന് വരും. അപ്പോൾ N2 ബൈ N1 ഈസ് ഈക്വൽ ടു പറയൂ, ഇത് ക്യാൻസലായി, V1 ബൈ V2 എന്ന് കിട്ടി. ആണല്ലോ. ഇനി നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരു ഇക്വേഷൻ ഞാൻ ഓർമ്മിപ്പിക്കാം. നോക്കൂ, NAB എന്ന് പറഞ്ഞാൽ NA ബൈ NB ആണ്. ആണല്ലോ. അതുപോലെ N2 ബൈ N1 എന്ന് പറഞ്ഞാൽ എന്താണ്? N21 ആണ്. അപ്പോൾ N21 ഈസ് ഈക്വൽ ടു പറയൂ V1 ബൈ V2 എന്നാണ് ഇവിടെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പം 2 ഇക്വേഷൻ ഞാൻ ഇവിടെ ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ ഇവിടെ നോക്കുക. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു V1 ബൈ V2. അടുത്ത N21 ഈക്വൽ ടു V1 ബൈ 2. എന്ത് തോന്നുന്നു? രണ്ടിൻ്റെയും RHS സെയിം ആണ്. അപ്പോൾ LHS സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് LHS ഇക്വേറ്റ് ചെയ്യാം. സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു എന്താണ്? ഇവിടുത്തെ N21 എന്നാണ്. ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എങ്കയോ പാത്ത മാതിരി ഒരു ഇക്വേഷൻ അല്ലേ? എന്താണ് ആ ഇക്വേഷൻ? സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഏതല്ലോ? സ്നെൽസ് ലോ. അപ്പോൾ നമ്മൾ ആരുടെ മെത്തേഡ് വെച്ചാണ് കലാപരിപാടി തുടങ്ങിയത്? ഹൈജൻസ് പറഞ്ഞതനുസരിച്ച് കലാപരിപാടി ചെയ്തതാണ്. കൺസ്ട്രക്ഷൻ മെത്തേഡൊക്കെ അങ്ങനെ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്ത് വന്നു. ഏറ്റവും അവസാനം നമ്മൾ എവിടെ വന്ന് അവസാനിച്ചു? സ്നെൽസ് ലോയിൽ വന്ന് അവസാനിച്ചു. അപ്പോൾ ഹൈജൻസ് പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ ഹൈജൻസിന്
റിഫ്രാക്ഷൻ ഹൈജൻസ് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്നാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. അപ്പോൾ ഹൈജൻസ് റിഫ്രാക്ഷനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു, അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ സ്നെൽസ് ലോയെ അദ്ദേഹം ഒപ്പിച്ചെടുത്തു. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. ഇനി ഒരു കാര്യം കൂടെ, നമുക്ക് ലൈറ്റ് ഒരു വേവ് അല്ലേടെ. ഇപ്പം ലൈറ്റ് ഒരു വേവ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ ഒരു വേവ് ഉണ്ടെന്നിരിക്കട്ടെ. ഈ വേവിൻ്റെ വേവ് ലെങ്ത് λ1 ആണെന്ന് ഇരിക്കട്ടെ. ഇനി അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ ഒരു വേവ് ഉണ്ടാവും. അതിൻ്റെ വേവ് ലെങ്ത് λ2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ λ1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദൂരം അല്ലേ, അത് v1 ടോ അല്ലേ. ഇനി അടുത്ത് λ2 എന്ന് പറയുന്നത് v2 ടോ അല്ലേ. അങ്ങനെയാണെങ്കിൽ λ1/λ2 എന്ത് വരും? λ1/λ2 എന്ന് പറയുന്നത് ഇതേ ബൈ ഇത്. അപ്പോൾ v1/v2 എന്ന് വരില്ലേ? അപ്പം നമുക്കിവിടെ കിട്ടിയ റിസൾട്ട് ഉണ്ടോ? λ1/λ2 = v1/v2 എന്ന് കിട്ടിയതുണ്ടോ? ഇനി ഞാൻ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നു. ഇവനെ ഇങ്ങോട്ടും വയ്ക്കുന്നു, ഇവനെ ഇങ്ങോട്ടും വയ്ക്കുന്നു. അപ്പം എനിക്ക് കിട്ടും v2/λ2 = v1/λ2 λ1 എന്ന് കിട്ടും. കണ്ടോ, എന്താണ് എഴുതിയത്? v1/λ1 = v2/λ2 എന്ന് കിട്ടിയിരിക്കുന്നു. ആണ് നമ്മൾ പഠിച്ചത്. പണ്ട് പഠിച്ച ലോസ്, ബോയിൽസ് ലോ, ചാൾസ് ലോ, ഇങ്ങനെ കുറേ ലോസ് ഒക്കെ കെമിസ്ട്രിയിലൊക്കെ പഠിച്ച സമയത്ത് ഞാൻ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനം പറയാം. v1/t1 = v2/t2 = v3/t3 ആണെങ്കിൽ നിങ്ങൾ v/t ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നു v1/λ1 = v2/λ2 എന്ന് എഴുതിയാൽ എനിക്ക് എന്തോന്ന് എഴുതാൻ പറ്റും? എനിക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ എഴുതാം. ഇവിടെ എഴുതാണ്, പറയൂ എന്താണ് ഞാൻ എഴുതിയത്? എന്താണെന്ന് നോക്കൂ. എന്താ എഴുതിയിരിക്കുന്നത്? v1/λ1 = v2/λ2 എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ജനറലൈസ് ചെയ്ത് v/λ ഈസ് എ കോൺസ്റ്റന്റ് എന്ന് എഴുതാം. v/λ ഈസ് എ കോൺസ്റ്റന്റ് എന്ന് എഴുതാം. നിങ്ങളെ ഞാൻ പഠിപ്പിച്ച ഇക്വേഷൻ v = new λ എന്നല്ലേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ v/λ എന്ന് പറഞ്ഞാൽ ന്യൂ അല്ലേ? ഈ ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി അല്ലേ? അപ്പോൾ v/λ ഈസ് എ കോൺസ്റ്റന്റ്. v/λ എന്ന് പറഞ്ഞാൽ ന്യൂ ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ് എനിക്ക് കിട്ടുന്ന റിസൾട്ട്. അതായത് ലൈറ്റ് ഇപ്പം കയറിയിരിക്കുന്നത് ഒരു റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ്. ലൈറ്റ് റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് കയറുമ്പോൾ ലൈറ്റിൻ്റെ ഫ്രീക്വൻസിക്ക് യാതൊരു മാറ്റവും വരുന്നില്ല എന്നാണ് ഞാനിവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഓർത്ത് വെച്ചോണം, അടിപൊളിയാണ്. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് കയറുമ്പോൾ എന്ത് മാറുന്നില്ല? ഫ്രീക്വൻസിക്ക് മാറ്റം വരുന്നില്ല എന്നാണ് ഞാനിവിടെ പ്രൂവ് ചെയ്തത്. അടിപൊളി. രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹൈജൻസിൻ്റെ മെത്തേഡിൽ വന്നിട്ട് സ്നെൽസ് ലോ പ്രൂവ് ചെയ്തു ഫസ്റ്റിൽ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അടുത്ത സംഭവം എന്താണ് പ്രൂവ് ചെയ്തത്? ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് കയറുമ്പോൾ എന്താണ്? ഫ്രീക്വൻസിക്ക് മാറ്റം വരുന്നില്ല. ഫ്രീക്വൻസി ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, so I will start from the beginning. Once again listen properly. മറ്റു ചാപ്റ്ററുകൾ പോലെ അല്ല, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. So from the beginning, once again erasing everything. See, this is a line separating two media, one rarer medium, another denser medium. Okay, velocity of light in rarer medium is v1, denser medium is v2. No problem. Refractive indices are n1 and n2 respectively. Okay, a plane wave, suppose a plane wave front AB falls obliquely on the line separating the two media. Okay, it is propagated along, say it is propagated along a dash a and b dash b respectively. Okay, suppose in tot time the point B reaches C. Okay, then the distance BC, how will you calculate the distance? You just think distance is equal to velocity into time. Okay, so the distance BC will be equal to V1 tau. Okay, then that is in tot time the point B reaches C. In tot time the point B reaches point C. Am I right? Then I want to know where will my point A reach? Okay, after tot seconds. So for that I draw a normal here. So this is a normal.
then incident ray normal, angle between these two, angle of incidence. So this will be 90 minus I. Okay, so the angle between these two is 90, this is 90 minus I, so this will be I, no problem. Then this angle is 90, you know. Then what is the next one? Light is entering from a rarer medium to what? A denser medium. So what is going to happen? It will bend towards a normal. So this is a refracted ray. Then see, in tau time B will reach C. Okay, in tau time B will reach C. The distance BC will be V1 tau. In tau time A will reach some points D. Okay, then what will be AD? How can I calculate AD? AD will be equal to velocity into time. What is the velocity in second medium? V2 into tau. Then this is a rarer medium, so velocity is greater. Then this is denser medium, so velocity will be less. So V2 tau will be less than V1 tau. Am I right? Then V2 tau will be less than V1 tau. So you take your special compass. Okay, so what is the measurement you are taking? You are taking V2 tau. Then see, placing the tip here, then drawing a sphere. Okay, then this distance is how much? This distance is what? Radius. So what is it? V2 tau. Then from point C you draw a tangent here. Okay, so it is called AD. AD is a refracted wavefront. AD is a refracted wavefront. Then this is a refracted ray, this is normal. Angle between these two is angle of refraction. So this angle will be 90 minus R. This is 90 because angle between radius and tangent. Okay, then this is 90 minus R, this is 90, so that will be R, no problem. Then what is the next thing? You can find two right triangles here. See, what is the first right triangle? Triangle ABC. So from triangle ABC you can take sin I. What is sin I? Sin I is equal to, say, opposite side by hypotenuse. So BC divided by hypotenuse is AC. So BC is V1 tau divided by AC. So then from the next triangle ADC, from triangle ADC you take sine of angle R. So sin R is equal to opposite side. What is this? So it is AD divided by hypotenuse. Hypotenuse. What is it? AC. Then what is AD here? V2 tau. So V2 tau divided by AC. So I am getting two results. Then I am dividing the equation. Sin I by sin R is equal to what? This by this. So I am not writing that. You have to write. So V1 tau by AC divided by this. So into reciprocal. So AC by V2 tau. Okay. AC cancel. Tau cancel. So I am getting sin I by sin R is equal to what? Is equal to V1 by V2. Okay, I am getting a result, I am putting in a box. Okay, let it be there. Then what is the next thing I am doing? See, next thing is, okay, see, next thing, see, what is the next thing I am doing? നമ്മളിവിടെ പറഞ്ഞ കാര്യം എന്താണ്? നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, what is the general formula? So refractive index is equal to velocity of light in vacuum by velocity of light in medium. It is a formula. Okay. So using that, what is the refractive index of first medium? Velocity of light in vacuum by velocity in first medium. Then what is the refractive index of second medium? Velocity of light in vacuum by velocity in medium. So you are getting two equations, you divide. See, N2 by N1 is equal to C by V2 divided by that. Okay, into V1 by C. Okay, so I am getting N2 by N1 as what? V1 by V2. Then you know NAB equal to NA by NB. Am I right? So similarly you can write N2 by N1 as N21. So N21 equal to V1 by V2. Okay, so I am getting two results. See, RHS same, so LHS can be equated. So I am equating sin I by sin R is equal to what? Sin I by sin R is equal to N21. So this is Snell's law. Okay,
Okay, so we started with Huygens principle and we could arrive at Snell's law. Means we were at the right track. നമ്മൾ കറക്റ്റ് വഴിയിലാണ് സഞ്ചരിച്ചു വന്നത്, അതുകൊണ്ടാണ് ആ റിസൾട്ട് ഒപ്പിക്കാൻ പറ്റിയത്. ഇനി എന്താണ് ഞാൻ പറഞ്ഞത്? See, according to Huygens principle, Huygens concept, see, light is a wave. See, light, so wave will have a wavelength. So wavelength in the first medium can be taken as this. So it is lambda 1. So lambda 1 is what? V1 tau here. Okay. Then wavelength in the second medium will be lambda 2. What is it? V2 tau. Okay. Then you divide. Lambda 1 by lambda 2 is equal to V1 tau by V2 tau. Okay. So lambda 1 by lambda 2 is equal to V1 by V2. Okay. I am interchanging these two. See. So V2 by lambda 2 is equal to V1 by lambda 1. Am I right? Or you can say V by lambda is a constant. V by lambda is a constant. See, what is V by lambda? It is frequency. So, frequency is a constant. Frequency is a constant. That is, when light enters from a rarer medium to a denser medium, there will not be any change for the frequency. Frequency remains constant. Frequency എന്തായിട്ട് നിൽക്കും? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അടിപൊളിയല്ലേ? ഇപ്പം നേരത്തെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനിത് ഒന്നും കൂടെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് പക്കയാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ തിരിച്ചുള്ള കേസ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ സ്റ്റാർട്ടിങ്ങോട്ട് പറയാണ്. ഓക്കെ, സ്റ്റാർട്ടിങ്ങോട്ട് നിങ്ങളുടെ സഹായത്താൽ എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ കൂടെ എൻ്റെ കൂടെ പറഞ്ഞു വരണം. ഓക്കെ, സോ സ്റ്റാർട്ടിങ്ങോട്ട് ഒന്നും കൂടെ. സോ ലിസൺ, ആദ്യം ഇതൊക്കെ വരച്ച് വയ്ക്കാം. ഓക്കെ, ദെൻ സി medium 1, medium 2, then rarer, this is denser, velocity here V1, velocity here V2, refractive index N1, refractive index N2. Okay, then see, consider the line or consider the plane separating two media, one rarer and denser. The velocity of light in rarer and denser are V1 and V2 respectively. The refractive indices are N1 and N2 respectively. Consider a plane wavefront AB. Consider a plane wavefront AB falling obliquely on the plane separating the two media. It is propagated along. Say it is propagated along A dash A and B dash B respectively. Okay. In tau time, suppose the point B reaches C. In tau time, B reaches C. Is it clear? In tau time, the point B reaches C. The distance can be calculated using the formula velocity into time. So what will be the distance BC? The distance BC will be V1 tau. That is, in tau time, point B reaches the point C. The distance covered is V1 tau. Then in tau time, the point A will reach some other point D in second medium. Am I right? That distance will be what? Velocity into time, V2 tau. Am I right? See, in tau time, the point A will reach point D. The distance between A and D is V2 tau. Then see, this is a point of incidence. You draw a normal there. Okay, angle between incident ray and normal, angle of incidence. So the balance will be 90 minus I. Then see, this is normal. Am I right? See, this is 90 minus I. So this will be I. Okay. Then see, at this point, this is a point of incidence. So what will happen? Light undergoes refraction. This is a refracted ray. So this is angle of refraction. Then see, from point A we draw sphere of radius V2 tau. Then V2 tau. Okay, I'm drawing. Okay, this distance is what? V2 tau. Then I am drawing a tangent from C to it. Okay, to meet at D. CD is a refracted wavefront. CD is a refracted wavefront. Then this is radius, this is tangent. Angle between these two, 90. This is a light ray, this is wavefront. Angle between these two, 90, you know. Then this is R, this will be 90 minus R. Then surely this will be R.
then we can find two triangles here. Triangle ABC you can find. Then from that sin I, what is sin I? Sin I is equal to opposite side V1 to divided by hypotenuse AC. Then from the next triangle ADC, from triangle ADC sin R is equal to what? Opposite side AD, what is AD? V2 to divided by hypotenuse. Hypotenuse is AC. You divide the equations. See, sin I by sin R is equal to, you say sin I by sin R is equal to this by this. So what will you get? So you shall I write it direct? Say V1 by V2. Okay. Then I am putting this equation in a box. Then what is the next one? We have studied the equation to calculate a refractive index. What is it? Refractive index is equal to velocity of light in vacuum. Refractive index is equal to velocity of light in vacuum by velocity in medium. Okay. Using this concept, one can write. See, what is the velocity of light in? What is the refractive index of medium 1? Velocity of light in vacuum by velocity in medium 1. So refractive index of medium 2 is equal to velocity in vacuum by velocity in medium 2. Then divide second by first. So n2 by n1 is equal to what? Is equal to, what will you get? This by that. So you can get V1 by V2. Okay. Then what is the next one? N2 by N1 can be NA by NB, NAB. So like that n2 by N1 can be written as N21 is equal to V2 by V1. I am putting in another box. See, RHS same. So LHS can be equated. So equate. See, sin I by sin R is equal to what? Sin I by sin R is equal to N21. So sin I by sin R is equal to refractive index of second medium with respect to first. This is Snell's law. Okay, this is Snell's law. So we started with Huygens principle. We could arrive at Snell's law. It means we were on the right track. Okay, so this is the method by which Huygens explained refraction. Okay, then what is the next one? Next, see, according to Huygens concept, light is a wave. See, the wavelength of the wave in the first medium can be taken as lambda 1. So lambda 1 will be what? V1 to, and wavelength of the second medium will be lambda 2. What is lambda 2? V2 to. Then what will be lambda 1 by lambda 2? Lambda 1 by lambda 2 is equal to this by this. You can write it direct. Say V1 by V2. Okay. Then interchanging these two, say you write V2 by lambda 2 is equal to V1 by lambda 1. Or you can write V by lambda is a constant. V by lambda is a constant. What is V by lambda? It is frequency. So frequency is a constant. So this is a result, final result you are getting. So when light enters from a rarer medium to a denser medium, frequency of light remains constant. There will not be any change for the frequency. മനസ്സിലായല്ലോ? അടിപൊളിയല്ലേ? ഇപ്പം നന്നായിട്ട് ക്ലിയർ ആയില്ലേ? ഇനി നമുക്കിതിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള കേസ് പറയാൻ പോവുകയാണ്. ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് കയറുന്നത്. ഓക്കെ, സോ വി മൂവ് ടു ഇറ്റ്.